ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബു സിയാം സബഖ് 36. വലാ അല മുസാഫിരിൻ, ഒരു യാത്രക്കാരൻ്റെ മേലും കഫാറത്തില്ല. എങ്ങനത്തെ യാത്രക്കാരൻ? അഫ്തറ, അവൻ നോമ്പ് മുറിച്ചു, ബിസിന, വ്യഭിചാരം കൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട് നോമ്പ് മുറിച്ചു. എങ്ങനെയാണ് അവൻ വ്യഭിചരിച്ചത്? മുത്തറഖിസം ബിൽ ഫിത്രി, റുഖ്സയെ, ഫിത്ർ കൊണ്ടുള്ള റുഖ്സയെ കരുതിയവനായ നിലയിൽ. അതായത് യാത്രക്കാരന് നോമ്പ് തുറക്കാനുള്ള റുഖ്സയുണ്ട്. ആ റുഖ്സയെ കരുതിയവനായ നിലയിൽ ഇവൻ വ്യഭിചരിച്ചുകൊണ്ട് നോമ്പ് മുറിച്ചാൽ അവനും എന്ത് വേണ്ട? കഫാറത്ത് നിർബന്ധമില്ല. കാരണം അന്നഹു ലം യഅ്സം, അവൻ എന്തായിട്ടില്ല? കുറ്റക്കാരനായിട്ടില്ല. ബിൽ ഫിത്രി, യഅ്സിമു വായിച്ചാൽ മതി. ലം യഅ്സിം, അവൻ കുറ്റക്കാരനായിട്ടില്ല. ബിൽ ഫിത്രി ബിൽ ജിമാഇ ബിസബബിൻ നൗമി, നോമ്പിൻ്റെ കാരണം കൊണ്ട് അവൻ കുറ്റക്കാരനാണ്. ജിമാ കൊണ്ടുള്ള ഫിത്ർ കൊണ്ട് അവൻ കുറ്റക്കാരനായില്ല. ഏത് കാരണം കൊണ്ട് കുറ്റക്കാരനായില്ല? ബിസബി സ്വാമി, നോമ്പിൻ്റെ കാരണം കൊണ്ട് അവൻ കുറ്റക്കാരനായില്ല. കാരണം ഇപ്പോൾ ഇന്നൽ ഫിത്ര ബിഹി, കാരണം ആ ജിമാ കൊണ്ട് അവൻ നോമ്പ് തുറന്നത് അത് ജായിസുൻ ലഹു, അത് അവന് ജായിസാണ്, യാത്രക്കാരന്. പിന്നെ അവൻ കുറ്റക്കാരനായത് എങ്ങനെയാണ്? ഇന്നമാ അതിമ, അവൻ കുറ്റക്കാരന്, തീർച്ചയായും അവൻ കുറ്റക്കാരനായത് ബിൽ ഫിത്രി ബിഹി, ആ ജിമാ കൊണ്ട് നോമ്പ് കുറിച്ചത് കൊണ്ട് അവൻ കുറ്റക്കാരനായത് മിൻ ഹൈസു ഇന്നഹു സന, അവൻ സിന ചെയ്തു എന്ന നിലയ്ക്കാണ് അവൻ കുറ്റക്കാരനായത്. അല്ലാതെ സോമിൻ്റെ സബബ് കൊണ്ട് അവൻ കുറ്റക്കാരനായിട്ടില്ല. വൽ കഫാറത്തു, കഫാറത്ത് അല സൗജി, സൗജിൻ്റെ മേലാകുന്നു, അൻഹു, അവനെ തൊട്ടുള്ള കഫാറത്ത്. അവനെ തൊട്ടുള്ള കഫാറത്ത് അവനാണ് കൊടുക്കേണ്ടത്. കാരണം അന്നഹുൽ മുഖാത്തബു ബിഹി ബിഹ, ആ കഫാറത്ത് കൊണ്ട് ഖിതാബിടപ്പെട്ടവൻ അവനാണ്. ഫിൽ ഹദീസി, ഹദീസിൽ അവനോടാണ് ഖിതാബുള്ളത്. കമഹസയത്തി, ശേഷം അത് വരുന്നത് പോലെ 71 പേജിൽ, ഈ പേജിൽ തന്നെ കഫാറത്ത് എന്താണെന്ന് ശേഷം വരും. അതിന് പറഞ്ഞ ഹദീസും ശേഷം പറയുന്നുണ്ട്. അപ്പം അവനോട് ഖിതാബ് വരുന്ന ഹദീസ്. വഫീ ഖൗലിൻ, എന്നാൽ ഒരു ഖൗലിലുണ്ട്, അൻഹു, അവനെ തൊട്ടും, വ അൻഹ, അവളെ തൊട്ടുമുള്ള കഫാറത്ത് അവൻ്റെ മേലിലാണ്. കാരണം ഇസ്തിറാഖിഹിമ ഫിൽ ജിമാഇ, ജിമാഇൽ അവർ രണ്ടുപേരും പങ്കായതിനു വേണ്ടി അവർ രണ്ടുപേരെ തൊട്ട് അവൻ കൊടുക്കണം. വയതഹമ്മലു ഹ, അവൻ ആ സൗജി ഏറ്റെടുക്കും, ഹ, ആ കഫാറത്തിനെ ഏറ്റെടുക്കും, അൻഹ, അവളെ തൊട്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ്. ഏറ്റെടുക്കുകയും വേണം. വഫീ ഖൗലിൻ, ഒരു ഖൗലിലുണ്ട്, അലൈഹ, ആ സ്ത്രീയുടെ മേൽ കഫാറത്തുണ്ട്. അലൈഹ കഫാറത്തുൻ ഉഖ്റ, അവളുടെ മേൽ മറ്റൊരു കഫാറത്ത് അവളുടെ മേലുണ്ട്. കാരണം അന്നഹുമ ഇസ്തറഖ ബിൽ ജിമാഇ, ജിമാഇൽ അവർ രണ്ടുപേരും പങ്കായി, അതുകൊണ്ട് ഫയസ്തവിയാനി, അപ്പോൾ അവർ രണ്ടുപേരും സമമാകും. എന്തിൽ? ഫിൽ ഉഖൂബത്തി ഫിൽ കഫാറത്തി ബിൽ കഫാറത്തി, കഫാറത്ത് കൊണ്ടുള്ള ശിക്ഷയിൽ അവർ രണ്ടുപേരും സമമാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൊടുക്കണം എന്ന്. ഏതുപോലെ ഹദ്ദി സിന, സിനയുടെ വ്യഭിചാരത്തിൻ്റെ ഹദ്ദെടുക്കുമ്പോൾ രണ്ടുപേർക്കും പിന്നെ അതുള്ളതുപോലെ ഇവിടെ രണ്ടുപേരും കഫാറത്ത് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ ഈ കഫാറത്ത് കൊടുക്കണം, അവളെ തൊട്ടും കഫാറത്ത് കൊടുക്കണം എന്ന് അത് പറഞ്ഞത് എപ്പോഴാണ്? വൽ കലാമു,
ഇവിടുത്തെ ഈ സംസാരം, ഈ കൗലിൻ്റെ സംസാരം, അവളും കഫാറത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ അത് ഫീമ ഇദാ കാനത്ത് സായിമത്തൻ, അവൾ നോമ്പുകാരിയായാൽ ആലാണ്, അവൾ നോമ്പുകാരിയാകുന്ന സന്ദർഭത്തിലാണ്. അതുപോലെ തന്നെ ബത്തല സോമുഹ, അവളുടെ നോമ്പ് ബാത്തിലാകുകയും ചെയ്യണം ഈ ജിമാ കൊണ്ട്. അപ്പോൾ ഈ ജിമാ കൊണ്ട് നോമ്പ് ബാത്തിലാകുകയും ചെയ്യണം, അവൾക്ക് നോമ്പുണ്ടാകുകയും ചെയ്യണം. അപ്പോഴാണ് അവൾ കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇൻകാനത്തിന് അതിൻ്റെ മുഫ്തറസ് പറയുക, അപ്പോൾ ഇൻകാനത്ത് മുഫ്തിറത്തൻ ബി ഹൈലിൻ ഔ വൈരിഹി, ഹൈല് കൊണ്ടോ അല്ലാത്തത് കൊണ്ടോ അവൾ നോമ്പുകാരിയല്ല, നോമ്പില്ലാത്തവളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഔലം യബ്തുലു സൗമുഹ, അല്ലെങ്കിൽ അവളുടെ നോമ്പ് എന്തായിട്ടില്ല, ബാത്തിലായിട്ടില്ല, ഈ ജിമാ കൊണ്ട് ബാത്തിലായിട്ടില്ല. ബാത്തിലാകാതിരിക്കാൻ കാരണം എന്താ? ഈ കൗനിഹ നായിമത്തൻ, മസലൻ ഉദാഹരണത്തിന് ഒന്നെങ്കിൽ അവൾ എന്തായി, ഉറങ്ങിയവളായി, നായിമത്താണ്. അപ്പോൾ നായിമത്തായ അവളെയാണ് എന്ത് ചെയ്തത്, മറ്റും ജിമാ ചെയ്തത്. അപ്പോഴും ഇവിടെ അങ്ങനെ നായിമത്തിന് ജിമാ ചെയ്യുമ്പോൾ എന്താവില്ല, അവിടെ നോമ്പ് ബാത്തിലാവില്ല. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭത്തിലാണെങ്കിൽ, അപ്പോൾ നോമ്പില്ലാത്ത അവസ്ഥയിലാണോ അല്ലെങ്കിൽ അവിടെ നോമ്പ് ബാത്തിലാവാത്ത അവസ്ഥയിലാണെങ്കിൽ ഫല കഫാറത്ത് അലൈഹ ഖത്അൻ, അപ്പോൾ ഉറപ്പായിട്ടും അവളുടെ മേൽ പിന്നെ കഫാറത്തില്ല. അപ്പോൾ അവൾ കഫാറത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ ആ കൗലിൻ്റെ മഹൽ എവിടെയാണ്? ആ കൗലിൻ്റെ മഹൽ അവൾ നോമ്പുകാരിയാകുക, അല്ലെങ്കിൽ അവളുടെ പിന്നെ നോമ്പ് എന്ത് ചെയ്യുക, പിന്നെ ഈ ജിമാ കൊണ്ട് ബാത്തിലാകുക, അങ്ങനത്തെ അവസ്ഥയിലാകുക. തൽസമു, ആ കഫാറത്ത് നിർബന്ധമാകും മൻ, ഒരുത്തന്. എങ്ങനത്തെ ഒരുത്തര്? ഇൻഫറദ, അവൻ തനിച്ചു, ബി റുഇയത്തിൽ ഹിലാലി, ഹിലാലിനെ കാണൽ കൊണ്ട്, മാസപ്പിറവി കാണൽ കൊണ്ട് തനിച്ചു. അപ്പോൾ അവൻ മാത്രമേ മാസം കണ്ടുള്ളൂ. എന്നിട്ട് ജാമഅ, അവൻ ജിമാ ചെയ്തു, ഫി യൗമിഹി, ആ കണ്ട ദിവസത്തിൻ്റെ പകലിൽ അവൻ ജിമാ ചെയ്തു, അവൻ്റെ മേൽ അവനിക്കും കഫാറത്ത് നിർബന്ധമാണ്. കാണലി അന്നഹു യൗമും മിൻ റമദാന ബി റുഇയത്തിഹി, അവൻ്റെ റുഇയത്ത് കൊണ്ട് അന്നെന്താണ്, റമദാനിൽപ്പെട്ടതാണ്. അപ്പോൾ ആ ദിവസം റമദാനിൽപ്പെട്ടതായതുകൊണ്ട് അവൻ അന്ന് ആ പകലിൽ ജിമാ ചെയ്തുകൊണ്ട് അവൻ കഫാറത്ത് നിർബന്ധമാവും. ഇനി വമൻ ജാമഅ ഫി യൗമൈനി, ഇനി 2 ദിവസം ഒരാൾ ജിമാ ചെയ്തു, 2 നോമ്പിൻ്റെ അന്ന്, എന്നാൽ ലസിമഹു, അവന് നിർബന്ധമാകും ഗഫാറത്താനി, 2 കഫാറത്ത് നിർബന്ധമാകും. സവാഉൻ കഫറ അനിൽ അവലി, ഒന്നാമത്തേനെ തൊട്ടവൻ കഫാറത്ത് കൊടുക്കട്ടെ, അബിദസാനി, രണ്ടാമത്തെ ദിവസം ജിമാ ചെയ്യുന്നതിന് മുമ്പ് ഒന്നാമത്തേതിൻ്റെ തൊട്ടുള്ള കഫാറത്ത് അവൻ വീട്ടട്ടെ, അമ്ല അത് കൊടുക്കാതിരിക്കട്ടെ. ഏതായാലും 2 ദിവസം ജിമാ ചെയ്താൽ അവൻ എന്ത് ചെയ്യും, 2 കഫാറത്ത് നിർബന്ധമാകും. അപ്പോൾ 2 കൂടുതൽ ദിവസം ചെയ്താലോ? അപ്പോൾ 2 കൂടുതൽ ദിവസം ചെയ്താലും അങ്ങനെ തന്നെ. തുഹ്ഫയിലൂടെ കാണാം, ലി അന്നകുല്ല യൗമിൻ ഇബാദത്തുൻ മുസ്തഖില്ലത്തുൻ കഹജ്ജത്തൈനി ഔ ഹജ്ജാത്തിൻ, കണ്ട ജാമഅ ഫീ കുല്ലിൻ. പിന്നെ ബി ഖിലാഫി മൻ ജാമഅ മറത്തൈനി, മഹല്ലി 2 പ്രാവശ്യം ജിമാ ചെയ്തവനിക്കെതിരായിട്ട്, എപ്പോൾ? ഫി യൗമിൻ, ഒരു ദിവസത്തിൽ തന്നെ 2 വട്ടം ജിമാ ചെയ്തു. അപ്പോൾ എന്തില്ല, ഫലൈസ അലൈഹി, അപ്പോൾ അവൻ്റെ മേലില്ല കഫാറത്തുൻ ലിൽ ജിമാ ഇല്ല അവലി, ഒന്നാമത്തെ ജിമാഇന് വേണ്ടിയിട്ടുള്ള ഒരു കഫാറത്ത് അല്ലാതെ ഇല്ല. കാണലി അന്ന സാനിയ, രണ്ടാമത്തെ ജിമാ ലം യുഫ്സിദ് സൗമൻ, അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരു നോമ്പിനെ ബാത്തിലാക്കിയില്ലല്ലോ. ആദ്യത്തെ ഇതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, പിന്നെ നോമ്പ് ബാത്തിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തേന് മാത്രം കഫാറ കൊടുത്തു കൊടുത്താൽ മതി. പക്ഷേ ഓരോ ദിവസവും ജിമാ ചെയ്യുകയാണെങ്കിൽ ആ ഓരോ ദിവസത്തെ നോമ്പുകൾ എന്താക്കുകയാണ്, ബാത്തിലാക്കലാണ്. ഒരു ദിവസത്തിൽ 2 അതിലധികം ഒക്കെ ജിമാ ചെയ്താലും അപ്പോൾ എന്തില്ല, കഫാറത്ത് ഒന്നിലധികം ഇല്ല, ഒരു കഫാറത്തേ ഉള്ളൂ. വഹുദൂസു സഫരി ബഅദൽ ജിമാഇ, ജിമാഇന് ശേഷം
യാത്ര ഉണ്ടാകൽ. ഈ ജിമാ കഴിഞ്ഞതിന് ശേഷം യാത്ര പോയി, യാത്ര പുതുതായി ഹാദിസായി. എന്നാൽ ലാ യുസ്കിത്തുൽ കഫാറത്ത, അത് കഫാറത്തിനെ ഇല്ലാതെയാക്കുകയില്ല. ജിമാഇന് ശേഷമാണ് അവൻ്റെ യാത്ര തുടങ്ങിയത്, എന്നാൽ കഫാറത്തിനെ ഇല്ലാതാക്കില്ല. കഥ ഇപ്രകാരം തന്നെ അൽ മറലു, രോഗവും അൽ മദ്ഹബി, മദ്ഹബ് പ്രകാരം ഇത് ജിമാക്ക് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്ത് രോഗിയായി, എന്നാൽ ആ രോഗം എന്ത് ചെയ്യില്ല, ഈ കഫാറത്തിനെ സാക്കിത്താക്കില്ല. അവിടെ വൽ കൗലു താനി, അവിടുത്തെ രണ്ടാം കൗല് ഫി ഹുദൂസിൽ മർദി, ഈ രോഗം പുതുതാകുന്നതിലുള്ള രണ്ടാം കൗല് എന്താണ്? ഇന്നഹു, ആ ഹുദൂസുൽ മർദ് എന്നുള്ളത് യുസ്കിത്തു ഹാ, ആ കഫാറത്തിനെ ഇല്ലാതെയാക്കും. കാരണം ലി അന്നഹു യുബീഹുൽ ഫിത്ര, ആ രോഗം പുതുതാകുക എന്നുള്ളത് ഫിത്തറിനെ, നോമ്പ് കുറിക്കലിനെ ഹലാലാക്കുന്ന കാര്യമാണ്. അപ്പോൾ തബയ്യനു ബിഹി, അപ്പോൾ യാത്ര പുതുതായതുകൊണ്ട് തബയ്യനായി വ്യക്തമാകുന്നത് അന്ന സോമ, അവൻ്റെ നോമ്പ് ലം യഖ മുസ്തഹിഖൻ, അത് മുസ്തഹഖൻ, അത് പിന്നെ വാജിബായ നിലയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്ന് എന്തായി വ്യക്തമാകും. അപ്പോൾ അതുകൊണ്ട് വാജിബായ നോമ്പിനെ ഇതാക്കുമ്പോഴാണല്ലോ കഫാർത്ത് വരേണ്ടത്. അപ്പോൾ ഇതവൻ്റെ നോമ്പ് വാജിബായിട്ടില്ല, അപ്പോൾ എന്ത് വേണ്ട, കഫാർത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. വദുഫിയ, ആ പറയപ്പെട്ട ഇല്ലത്തിനെ ദഫി ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട് തടയപ്പെട്ടു? എന്തുകൊണ്ട്? ബി അന്നഹു ഹാത്തക്ക ഹുറുമത്ത സോമി, അവൻ നോമ്പിൻ്റെ ഹുറുമത്തിനെ അവൻ പറിച്ചു ചീന്തി. ബിമാ പാല, അവൻ പ്രവർത്തിച്ചതായ ഒന്നുകൊണ്ട് നോമ്പിൻ്റെ ഹുറുമത്തിനെ അവൻ ഹത്തുക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ നോമ്പിന് അവന് മുസ്തഹിക്കായിട്ടില്ല എന്നൊന്നും എന്ത് ചെയ്യേണ്ടതില്ല, ആ ഇല്ലത്ത് പറയേണ്ടതില്ല. അവിടെ അവൻ നോമ്പിൻ്റെ ഹുറുമത്തിനെ ഹത്തുക്ക് ചെയ്തു എന്നതാണ്. എന്നാൽ വമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട് മൻ ഖത ബിൽ അവ്വലി, അതായത് കഫാർത്ത് സാക്കിത്താകൂല്ല എന്ന് ഖത്ത് ചെയ്ത് പറഞ്ഞ അസ്ഹാബ്. വബഅദുഹും, എന്നാൽ അവർ ചിലർ അൽഹഖ സഫറ, അവർ ഈ സഫറിനെയും കൂടി ഇൽഹാഖ് ചെയ്ത് ബിൽ മർദി ഫിൽ ഖിലാഫി, ഈ ഖിലാഫിൻ്റെ വിഷയത്തിൽ മർദിനോടും സഫറിനെയും എന്ത് ചെയ്തു, യാത്രയും ചേർത്തു. അപ്പോൾ ആ ഖിലാഫ് എടുക്കുമ്പോൾ യാത്ര പുതുതായാലും സാക്കിത്താക്കും, മദ്ഹബ് പ്രകാരം സാക്കിത്താക്കില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ കഫാറത്തിനെ സാക്കിത്താക്കില്ല, രണ്ട് അഭിപ്രായം അവിടെ അന്നേരം വരുന്നതാണ്, മറവ് പുതുതാകുമ്പോഴുള്ള ഖിലാഫ് പോലെ. വയജിബു മഅഹ, ആ കഫാറത്തോടുകൂടെ നിർബന്ധമാകും ഖളാഉ യൗമിൽ ഇഫ്സാദി, ആ നോമ്പ് ഫസാദാക്കിയ ദിവസത്തിലെ നോമ്പിനെ ഖളാ വീട്ടിൽ നിർബന്ധമാകും. അല സഹീഹി, സഹീഹ് പ്രകാരം ഖളാ വീട്ടിൽ നിർബന്ധമാണ്. വസാനി, ആ സഹീഹിൻ്റെ മുഖാബല ലാ യജിബു, ഖളാ വീട്ടിൽ നിർബന്ധമൊന്നുമില്ല. കാണില്ല അന്നൽ ഖലല ഇൻജബറ ബിൽ കഫാറത്തി, ആ പിന്നെ ഖലല്, ആ പോരായ്മ കഫാറത്ത് കൊണ്ട് അവിടെ പരിഹൃതമായി, അതുകൊണ്ട് ഇനി നോമ്പ് ഖളാന്നും വീട്ടണ്ട എന്നാണ് സാനിക്കാർ. സാലിസ്, അവിടെ മൂന്നാം കൗല് ഇൻ കഫറ ബിസോമി, അവൻ നോമ്പ് കൊണ്ടാണ് കഫാറത്ത് കൊടുക്കുന്നതെങ്കിൽ, അത് കഫാറത്തിൻ്റെ രൂപം ശേഷം വരുന്നില്ല, അടിമയെ മോചിപ്പിക്കാൻ വേണം, അല്ലെങ്കിൽ നോമ്പ് നോക്കണം എന്നൊക്കെ നോമ്പ് കൊണ്ടാണ് അവൻ കഫാറത്ത് വീട്ടുന്നതെങ്കിൽ ദഖല ബിൽ ഖളാ, അപ്പോൾ ആ ഖളാ നോമ്പും അതിൽ പ്രവേശിച്ചു. ഇനി വയില്ല, നോമ്പ് കൊണ്ടല്ല എങ്കിൽ ഫലാ യദ്ഖുലു, അപ്പോൾ ആ നോമ്പ് പ്രവേശിക്കില്ല. അപ്പോൾ യജിബു, അപ്പോൾ നോമ്പ് ഖളാ വീട്ടണമെന്നാണ് സാലിസുകാർ പറയുന്നത്. ഇനി എന്താണ് ഈ കഫാറത്ത്, അത് ആണ് ഇനി വിശദീകരിക്കുന്നത്. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദ്.